ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ഒരു പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീർന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് കരുതുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ അധികരിക്കുന്നതായ ആത്മീക പാഠമാണ് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അതിൻ്റെ തലക്കെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഞാൻ ക്ലാസ് ഉപസംഹരിച്ചത്. 2 നിക്ഷേപങ്ങളുടെ താരതമ്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. നമ്മൾ പ്രാരംഭത്തിൽ ആ വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ളതും നമ്മൾ ബാല്യം മുതലൊക്കെ കൂടെ ചിന്തിക്കുന്നതുമായ കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ച് തുടങ്ങാം എന്ന് കരുതുന്നു. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭൂമിയിൽ നിന്ന് നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴവും തുരുമ്പും കിടക്കാതെയും കള്ളന്മാർ ദുരന്തം മോഷ്ടിക്കാതെയും എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് ഇതിന്റെ നിക്ഷേപം ഉയർത്തുന്ന ദൈവം ഇരിക്കും. നമുക്കറിയാം, ഈ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് സമ്പത്തിനോട് ബന്ധപ്പെട്ടതായ പല സുപ്രധാനമായ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചിലതൊക്കെ ചിന്തിക്കുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് വായ്പയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഓർത്തത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട് എന്ന് കരുതുന്നു. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ സമ്പത്തിനെക്കുറിച്ച് ഒരു വിഷയം കർത്താവ് വിശദീകരിക്കുന്നുണ്ടല്ലോ. ഏത് വിഷയമാണ്? ഭിക്ഷ കൊടുക്കുക എന്നുള്ളതായ വളരെ സാധാരണമായ ഒരു വിഷയവും വളരെ വിശദമായിട്ട് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സമ്പത്തിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന വലിയ സത്യമാണ് ഇവിടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ ഞാനൊരു സത്യം ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ബൈബിൾ പഠിപ്പിക്കുന്ന സാമ്പത്തിക നയം നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട്. നമുക്കറിയാം, ബൈബിൾ സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ സമ്പത്തിനെ സംബന്ധിക്കുന്നതായ സത്യങ്ങൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സത്യങ്ങൾ നമ്മൾ ഇങ്ങനെ തുടർമാനമായി പഠിച്ചു പോകുമ്പോൾ നമുക്കത് പഠിക്കാനുള്ള നല്ല സാവകാശം ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞാനിന്ന് പകൽ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും ഓർക്കാനിടയായിട്ട് തീർന്നു. കാരണം ദൈവവചനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സൂക്ഷ്മതയോടെ വായിക്കാനും അതൊന്നും വിട്ടുകളയാതെ ഉൾക്കൊള്ളാനുമുള്ളതായ വലിയ സാവകാശം ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നന്ദിയോടെ ഓർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം, ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായ സാമ്പത്തികമായ കാര്യങ്ങൾ അതിൽ തന്നെ
എത്രയോ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞതായ ആ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ഒന്നുകൂടി ഓരോ വാചകത്തിലെടുത്ത് പറയണം എന്ന് വിചാരിക്കുകയാണ്. വായ്പ കൊടുക്കുന്നതിനെക്കുറിച്ച് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എളിയവനോട് കൃപ കാണിക്കുന്നവൻ ആർക്കാണ് വായ്പ കൊടുക്കുന്നത്? യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്. ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി, നമുക്ക് നന്നായിട്ട് അറിയാവുന്നതായ കാര്യമാണ്. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുകയാണ്. അപ്പോൾ സാധാരണയുള്ളൊരു കാര്യം, സാധാരണ എല്ലാ ആളുകളുടെയും നടുവിലുള്ളൊരു കാര്യം, പക്ഷേ ദൈവത്തിൻ്റെ വചനം എത്ര മനോഹരമായിട്ടാണ് ആ സാധാരണ കാര്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മൾ സാമ്പത്തികമായി തന്നെ നല്ല സൗകര്യമുള്ള ഒരാൾക്കൊരു വായ്പ കൊടുക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സാധാരണ നിലയിൽ ആരും അതങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കും. കാരണം അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പദവിയായിട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടുപോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, എളിയവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ ഇത് പറയുന്നത്, വേദപുസ്തകത്തിൽ ഈ സത്യം എത്രയോ മനോഹരമായിട്ടാണ് അതിൻ്റെ നല്ല വശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. ആ വാക്യത്തിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമുക്കറിയാം, അവർക്ക് യഹോവയ്ക്ക് വായ്പ കൊടുത്താൽ ആരാണത് തിരിച്ചു കൊടുക്കുന്നതായിട്ട് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് യഹോവയാണ് പകരം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വചനവും ഈ വിഷയവും എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ വിശദമായിട്ട് ഓർത്തു. ഭിക്ഷ കൊടുക്കുമ്പോൾ, രഹസ്യത്തിൽ കൊടുക്കുമ്പോൾ അതിനാര് പ്രതിഫലം തരുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തത്? രഹസ്യത്തിൽ കാണുന്ന പിതാവാണ് പ്രതിഫലം നൽകുന്നത്. ഞാൻ ഇന്ന് പകലാ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തു, ഈ ഭിക്ഷ വളരെ രഹസ്യമായി കൊടുക്കാൻ പ്രയാസമാണ്. വളരെ രഹസ്യമായി കർത്താവിന് കൊടുക്കാം, പക്ഷേ അതിനുള്ള സൗകര്യം നമുക്കുണ്ട്. പക്ഷേ ഭിക്ഷ കൊടുക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷേ ആരെങ്കിലും അറിയാൻ സാധ്യതയുണ്ട്. ആ വാങ്ങിക്കുന്നയാൾ അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു സഹായത്തിനൊക്കെ ഒരാൾ വന്നു, നമുക്ക് ആളോട് കരുണ തോന്നിയിട്ട് ഒരു 500 രൂപയൊക്കെ നമ്മൾ സഹായം കൊടുത്തു എന്ന് വിചാരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു സ്നേഹവും ആദരവും ഒക്കെ ആയിട്ടാണ് അവർ തിരിച്ച് പെരുമാറുവാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, അവരിൽ നിന്നും ചിലപ്പോൾ ആദരവ് കിട്ടി, അതിനുള്ളതായ നന്ദി കാണിച്ചു എന്ന് വരാകുന്നതാണ്. പക്ഷേ ഇനി അത് നന്ദി കാണിച്ചില്ലെങ്കിൽ പോലും അതൊന്നും ഒരു നഷ്ടമല്ല. കാരണം ദൈവം അതിന് പ്രതിഫലം നൽകും എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും സമ്പത്ത് കൈകാര്യം ചെയ്യാതെ ജീവിക്കാൻ പറ്റുകയില്ല. പിന്നെ ചില ഭാഗ്യവാന്മാരായ ആളുകൾക്ക് അതിൽ തൊടാതെയും കൈകാര്യം ചെയ്യാതെയൊക്കെ ജീവിക്കാനുള്ള സാവകാശം ദൈവം കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി വേറെ ആരെങ്കിലും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നിലയിൽ നമ്മളെല്ലാവരും പണം കൈകാര്യം ചെയ്യാനായിട്ട് ആവശ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാ ദിവസവും ഒരുപക്ഷെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ളതായ വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കൽ എന്താണ് എന്നുള്ളത് സൂക്ഷ്മതയോടെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം പ്രസാദിക്കുന്ന നിലയിൽ നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം.
വേദപുസ്തകത്തിൽ അങ്ങനെ വളരെ ഭംഗിയായിട്ട് പണം കൈകാര്യം ചെയ്തിട്ടുള്ള, ഒരു കുറ്റവും പറയാനില്ലാതെ വണ്ണം പണം കൈകാര്യം ചെയ്തിട്ടുള്ള പല ജയാളികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ചിലരുടെ പേരൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പറയാൻ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ ചരിത്രത്തിൽ വളരെ ജയാളികളായിട്ട് നിൽക്കുന്നവരായ ആളുകളാണ്. പക്ഷേ ഇതിൽ വളരെ തോറ്റു തുന്നം പാടിയിട്ടുള്ള ആളുകളും വേദപുസ്തകത്തിൽ നമ്മൾ കാണുവാനിടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി സമഗ്രമായൊരു പഠനമല്ല നടത്തുന്നത് എന്നിരിക്കലും, അതൊക്കെ പണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ഈ സത്യത്തിൽ, ഈ മേഖലയിൽ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഏറ്റവും ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതായ കാര്യം ഏറ്റവും മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം കിട്ടിയവരായ നാം, ഈ വചനം വായിക്കാനും പഠിക്കാനും അവസരം കിട്ടിയവരായ നാം, ഈ വിഷയത്തിൽ ഒത്തിരി വഴികേടുകളുള്ളതായ ഈ തലമുറയിൽ, സമൂഹത്തിൽ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പം നമ്മുടെ ഈ പഠന ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ നമ്മൾ വായിക്കുന്ന പോർഷൻ വേദപുസ്തകത്തിൽ ഈ വിഷയത്തിൽ വളരെ നല്ല പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായ ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിൽ സമ്പത്തിനെ സംബന്ധിക്കുന്നതായ വളരെ മനോഹരമായ പാഠങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ആ പോർഷൻ വായിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഈ വിഷയത്തിൽ ആ പോർഷനിൽ നിന്ന് ചില ആലോചനകൾ പറയുന്നത് ഏറെ പ്രസക്തമായിരിക്കുന്നല്ലോ എന്നുള്ളതായ കാര്യം ഇന്ന് ഞാൻ പകൽ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ പോർഷനിൽ പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ ഞാനൊരു ആമുഖമായിട്ട് ഈ വേദഭാഗത്തു നിന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, അതിൽ എല്ലാ കാര്യവും ഒന്നും ചിന്തിക്കാൻ പറ്റുകയില്ലെങ്കിലും അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയൊക്കെ ഇത് വായിക്കുന്നതാകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. വരുമാനം വിശുദ്ധമായിരിക്കണമെന്ന് വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തമായി പറയുന്നതായ അധ്യായം 2 രാജാക്കന്മാർ 5-ാം അധ്യായമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ആ അധ്യായം എന്നെ വളരെ ഭീതിപ്പെടുത്തുവാനിടയായിട്ട് തീർന്നിട്ടുള്ളതായ ഒരു അധ്യായമാണ്. കാരണം വരുമാനം വിശുദ്ധമാകുന്നതിൽ, അത് സൂക്ഷിക്കുന്നതിൽ ആരും ഒഴിവുള്ളവരല്ല. ഈ പ്രവാചക ശിഷ്യന് എത്രയോ നന്നായിട്ട് പോകാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം പോലും തെറ്റിപ്പോയി എന്നുള്ളതാണല്ലോ നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പോലും വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഞാനൊരു ചെറിയ ഔട്ട്ലൈനേ പറയുന്നുള്ളൂ. നമ്മളിനി വായിക്കുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് കരുതുകയാണ്. 1-2 വാക്യം ഒന്ന് വായിക്കുകയാണ്. 5-ാം അധ്യായത്തിന് 20-21 വാക്യങ്ങളിൽ അവിടെ ഈ പണത്തിൻ്റെ പിമ്പിൽ ഉള്ളതായ അശുദ്ധിയെ ഗേഹസിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളത് വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ 2 വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണെങ്കിലും ഒന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. വായിക്കാം. ശേഷം ദൈവപുരുഷനായ എലീശയുടെ ഭാര്യക്കാരി ഗേഹസി
അരാമിൽ നയമാൻ കൊണ്ടുവന്നതിൻ്റെ യജമാനൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുകൊണ്ട് യഹോവയാണ് ഞാൻ അവരുടെ പിന്നാലെ ഓടിക്കുന്ന അവനോട് വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്നെ പിന്നാലെ ഓടിക്കുന്നത് നയമാൻ കണ്ടപ്പോൾ ജലത്തിൽ നിന്ന് തന്നെ അവനെ നിലവിലിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ കാര്യം, ഗേഹസി ഈ അശുദ്ധമായ വരുമാനത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഈ രഥത്തിൻ്റെ പിന്നാലെയൊക്കെ ഓടിയെത്തുക എന്നൊക്കെ പറയുന്നത് എത്രയോ ശ്രമകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ ഓടി ആ സമ്പത്ത് അതിലൊരു ഭാഗം കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്കൊരു വലിയൊരു അതിശയം തോന്നും. എന്താ ഈ മനുഷ്യന് ഇതിനകത്തുള്ള അശുദ്ധി മനസ്സിലാകാതെ പോയത്? ഗേഹസിക്ക് ഈ വരുമാനത്തിലുള്ള അശുദ്ധി മനസ്സിലാകാനായിട്ട് ആ വിഷയത്തിലൊരു ഗവേഷണ പഠനം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഏലീശ തൻ്റെ ഗുരുനാഥൻ അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പുലർത്തിയതായ നിലപാട് ധാരാളം മതിയായിരുന്നു. പക്ഷേ ഈ പണത്തോടുള്ള ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ അതാർക്കുണ്ടായാലും പല പാഠങ്ങളും നമുക്ക് മനസ്സിലാവില്ല. ഇത്രയും പ്ലെയിനായിട്ടുള്ളൊരു കാര്യം മനസ്സിലാകാൻ എന്താ വിഷമം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ മോഹത്തിൻ്റെ മുമ്പിൽ പല അപകടക്കുഴികളും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഈ ശക്തമായ പാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഈ മനുഷ്യൻ എത്രയോ ജയാളിയായിട്ടൊരു മനുഷ്യനാണ് ഏലീശ. ആ ജയാളിയുടെ വാക്കുകൾ നമുക്ക് 16-ാം അധ്യായത്തിൽ വാക്യത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് വായിക്കാനൊരു സന്തോഷമുള്ളത് കൊണ്ട് ഞാനിവിടെ കുറിച്ച് വെച്ചേക്കണെയാണ്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാനൊന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. അടുത്ത വാചകം അതിനേക്കാൾ ശക്തമാണ്. കൈക്കൊള്ളുവാൻ അവന് നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ എത്രയോ വ്യക്തമായിട്ടാണ് ഏലീശ നയമാനോട് ഉത്തരം പറയുന്നത്. പക്ഷെ നയമാൻ സ്നേഹത്തോടെ ധാരാളം നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ആ നിർബന്ധത്തിനൊന്നും ഏലീശ വഴങ്ങിയില്ല എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. വിശ്വാസി സമ്പത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. പുതിയ തലമുറ അത് വായിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. വായിച്ചിരുന്നാൽ നല്ലതാണ്. ഈ വലിയ ജയാളിയുടെ അടുക്കൽ തന്നെയാണ് വളരെ പരാജയപ്പെട്ടു പോയ ആളുകളെയും വേദപുസ്തക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. വലിയ ജയാളിയുടെ അടുക്കൽ പരാജയപ്പെട്ട വേറൊരാളെ നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പറയാൻ പറ്റും? ലോത്ത്. അബ്രഹാം എന്തോ ഒരു വലിയ ജയാളിയായിരുന്നു. ഈ 16-ാമത്തെ വാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന വാക്കുകളാണ്. ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ ഞാൻ എടുക്കയില്ല എന്ന് രാജാവിനോട് സധൈര്യം പറഞ്ഞ വ്യക്തിയാണ് അബ്രഹാം. പക്ഷേ തൻ്റെ കൂടെ അനേക വർഷങ്ങൾ ജീവിക്കാനോ അദ്ദേഹത്തെ കണ്ട് പരിചയിക്കാനോ അദ്ദേഹത്തിന് വിശ്വാസമാർഗം പിൻപറ്റാനും ഒക്കെ അവസരം കിട്ടിയതായ ലോത്ത് എത്രയോ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ പല ജയാളികളുണ്ട്. ആരെങ്കിലും ഒരു പേര് പറയാമോ നിങ്ങൾക്ക്? അപ്പോസ്തലനായ പൗലോസ് എന്തോ ഒരു ജയാളിയാണ് താൻ. പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം സഭാമൂപ്പന്മാരോട്, എഫെസോസിൽ നിന്ന് വിളിച്ചു വരുത്തപ്പെട്ട മൂപ്പന്മാരോട് പറയുന്ന ഒരു മനോഹരമായ സാക്ഷ്യമുണ്ട്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ, അടുത്ത വാക്കെന്താ? ഞാൻ മോഹിച്ചിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് നമ്മിൽ പലർക്കും പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളങ്ങനെ എടുക്കാൻ പോകാറില്ല, സാധാരണ നിലയിൽ എടുക്കാൻ പോകാറില്ല. പക്ഷേ അവിടെ പൗലോസ് പറയുന്നത് ഞാനത് മോഹിച്ചിട്ട് പോലുമില്ല,
എന്തൊരു വലിയ ജയാളിയായിട്ടാണ് നമുക്കവിടെ പൗലോസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പൗലോസിൻ്റെ കൂടെ ദീർഘവർഷങ്ങളുണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് പൗലോസ് എഴുതി ഒടുവിലത്തെ അധ്യായം എഴുതുമ്പോൾ പറയുകയാണ്, അനേകർ തന്നെ വിട്ടുപോയി. അതിലാരും വിട്ടുപോയി? ദേമാസും വിട്ടുപോയി, എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ദീർഘമായ വർഷങ്ങൾ ആ ജയാളിയോട് കൂടെ പാർത്തിട്ടും കൂടെ പ്രവർത്തിച്ചിട്ടും തനിക്ക് ഈ അപകടക്കെണിയെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് എത്രയോ ഗൗരവതരമായൊരു മുന്നറിയിപ്പായിട്ടാണ് ഇരിക്കുന്നത്. സൈമൺ സാറിൻ്റെ ഒരു പാട്ടിൽ പറയുന്നുണ്ട്, ദേമാസിൻ കുഴി വെള്ളി നിറഞ്ഞു കാണുന്നു വഴിയിൽ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചോളണം. ഈ കുഴി ആരെയും ആകർഷിക്കത്തക്കവണ്ണം വഴിയിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനോട് താല്പര്യം തോന്നിയാൽ അതിൽ വീണു പോകാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ശക്തമായ മുന്നറിയിപ്പ് തിരുവെഴുത്തിൽ നിന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ വചനത്തിലെ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ട് നമ്മൾ ഈ പാപത്തിൽ അകപ്പെടുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. ഞാനിത് വളരെ സന്തോഷത്തോടെ ഓർത്തൊരു കാര്യമുണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനെ ചില ജയാളികളുടെ ചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എത്രയോ വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മൾ അവരൊക്കെ ജീവിച്ച് അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്നവരാണ് എന്നിരിക്കലും നമുക്കും ഇവരുടെ മാതൃക പിൻപറ്റാൻ കഴിയുമാറ് അവരെക്കുറിച്ചുള്ള ചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹീതമായൊരു കാര്യമാണ്. വേറൊരു വാക്യം അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ വേദോസ്തത്തിലുള്ള ആളുകളെ നമ്മൾ കാണുകയും അവരിൽ നിന്ന് മുന്നറിയിപ്പ് ഉൾക്കൊള്ളുകയും ചെയ്തതിനേക്കാൾ എത്രയോ നല്ലതാണ് നാം ഓരോ ദിവസവും കാണുകയും ഇടപഴകുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതായ ചില ജീവിതങ്ങൾ ഈ കാര്യത്തിൽ മാതൃകയായിട്ടുണ്ട് എന്ന് വരികിൽ പ്രിയപ്പെട്ടവരെ, നമുക്കത് എത്രയോ വലിയ അനുഗ്രഹമായിരിക്കും. ഒരു റെഫറൻസ് അവിടെ കുറിച്ചിട്ടോ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ സഭാമൂപ്പന്മാരെ കുറിച്ച് ഇടയനായ പത്രോസ് അപ്പോസ്തലൻ കൂട്ടുമൂപ്പന്മാർക്ക് പ്രബോധനം നൽകുമ്പോൾ ഓർപ്പിക്കുന്നൊരു സത്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ നിന്നൊരു വെല്ലുവിളി ഏറ്റെടുക്കാം. എനിക്ക് ഈ വിഷയത്തിൽ മാതൃകയായിട്ട് എൻ്റെ തലമുറയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിലുള്ള നല്ല മാതൃകകളെ നമുക്ക് പിൻപറ്റാം. അതുപോലെ നാം കാണുന്ന നല്ല മാതൃകകളിലും അനുകരണീയമായവ പിൻപറ്റി ജയാളികളായിട്ട് ഈ മേഖലയിൽ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ അവിടെ നിന്ന് നമ്മുടെ ഈ കർത്താവ് പഠിപ്പിച്ച ഈ വിഷയത്തിലുള്ള ഒരു കാര്യം കൂടി ഒന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. ഒരു ചോദ്യം ഒന്ന് ചോദിക്കട്ടെ. എന്തിനായിരുന്നു ഗേഹസി ഈ വല്ലാത്ത ഓട്ടം ഓടിയത്? ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? കാശിന് വേണ്ടിയാണ് ഓടിയത്. പക്ഷെ ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് പറയട്ടെ, ഉപജീവനത്തിന് വേണ്ടി ഓടിയതല്ല. കാരണം എങ്ങനെയും അടുത്ത നേരം ആഹാരം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചല്ല ഗേഹസി ഇതിൻ്റെ പിന്നാലെ പോകുവാൻ ഇടയായിട്ട് തീർന്നത്. അത് എലീശയുടെ വാക്കിൽ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് 26-ാമത്തെ വാക്യം നിന്ന് നല്ലോണം പരിചയിക്കണം. കാരണം അവിടെ വളരെ ശക്തമായൊരു സന്ദേശം ദൈവത്തിൻ്റെ ദാസൻ തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുന്നുണ്ട്. ഗേഹസിക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല അത്. 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോകുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒരുപാട് ആടുമാടുകൾ ദാസദാസന്മാർ എന്നിവ എടുക്കാനും ഇതാകുന്ന സമയം. അപ്പോൾ അവിടെ ഗേഹസി എന്തിനു വേണ്ടിയാണ് ഓടിയതെന്ന് വളരെ വ്യക്തമായ നിലയിൽ എലീശ വെളിപ്പെടുത്തുകയാണ്.
ഇത് ഏലീശയ്ക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഗേഹസിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് ഏലീശ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഗേഹസിയോട് ചോദിക്കുന്നു എന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതായ കാര്യമാണ്. ആ വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയുന്നു. ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ ഗേഹസി കണ്ടപ്പോൾ വിചാരിച്ചു, ഇതൊരു ചെറിയ ഭാഗം വാങ്ങിയാൽ എനിക്ക് ഇത് പ്രയോജനപ്പെടുത്താമല്ലോ, എനിക്കും എൻ്റെ മക്കൾക്കും ഇത് ഉപകാരപ്പെടുമല്ലോ എന്നുള്ളത് ഗേഹസി ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇവിടെ ഓർക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, എവിടെ നിക്ഷേപം സ്വരൂപിക്കരുത്? ഈ ഭൂമിയിൽ സ്വരൂപിക്കരുത്. ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കേണ്ടതിനു വേണ്ടി ഈ മനുഷ്യൻ ചെയ്ത ബദ്ധപ്പാടുകൾ എത്രയോ പ്രയോജനരഹിതമായിട്ട് തീർന്നു എന്നുള്ളത് ഇവിടെ ദൈവാത്മാവ് ഏറെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഭൂമിയിലെ നിക്ഷേപം അതെന്തുമാകട്ടെ, അത് വസ്ത്രമാകട്ടെ, തോട്ടമാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്നുള്ളതായ വലിയ സത്യം നാം ഇവിടെ കാണുകയാണ്. അതൊക്കെ തോട്ടമൊന്നും നശിച്ചു പോയില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ശ്വാസം നമ്മിൽ നിന്ന് പോയാൽ ഈ സമ്പാദിച്ചു വെച്ചതിനുള്ള എല്ലാ ബന്ധവും അതോടെ അവസാനിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഇത് സമ്പാദിച്ച് വെച്ചിട്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകുകയില്ല എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കർത്താവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് ലളിതമായിട്ട് ഉൾക്കൊള്ളാൻ നമ്മളിപ്പോൾ വായിക്കുന്ന ഈ പോർഷൻ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ച് ധ്യാനിച്ച് അതിൽ നിന്നുള്ളതായ പാഠം ഉൾക്കൊണ്ടാൽ ധാരാളം മതിയല്ലോ എന്നുള്ളതായ ചിന്ത എന്നെ ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഈ വിഷയത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യം അതെത്രയോ ലളിതമായൊരു സത്യമാണ്. നമ്മൾ അറിഞ്ഞ് സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ്. ഞാനതിൻ്റെ വിശദാംശം പിന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതായ ആവശ്യമില്ല എന്ന് കരുതുന്നു. പിന്നെ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ ഇന്ന് പകൽ കടന്നു പോയത്, ഇവനിതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് പ്രവാചകൻ്റെ അടുക്കൽ നിൽക്കുന്നത്. അപ്പോൾ നീ ഇത് ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ട് അത് നിനക്കിരിക്കണ്ട, അത് ഞാൻ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് എലീശയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതെന്നെ ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ളതായ സാധ്യത ഉണ്ട്. ഏലീശയ്ക്ക് അത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുകയില്ല. കാരണം ഏലീശയ്ക്ക് വേണമെങ്കിൽ ആദ്യം അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങുണ്ടായിരുന്നു നയമാൻ കൊണ്ടുവന്നത്, അത് വാങ്ങാമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതല്ലാതെ ആ കാര്യം ഗേഹസിയിൽ നിന്ന് എടുക്കാനോ മാറ്റാനോ ഏലീശ തയ്യാറായില്ല എന്നുള്ളത് ഒരു വലിയ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിന്ന് ഇവിടെ നിന്ന് വചനം ധ്യാനിക്കുമ്പോൾ ഒരു പൂർവ്വകാല ഓർമ്മ എൻ്റെ മനസ്സിൽ വരാനിടയായിട്ട് തീർന്നു. അത് പറഞ്ഞ ദൈവദാസൻ ഇപ്പോൾ കർത്താവിൻ്റെ കൂടെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതായ തൻ്റെ ഒരു അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ സജീവമായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു സഭയിൽ ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ബൈബിൾ ക്ലാസ് എടുത്ത് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. കാരണം തനിക്കങ്ങനെ വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്നൊരു സഹോദരൻ വിട്ടു. അപ്പോൾ തിരിച്ചു വരും വഴി ഈ സഹോദരൻ ഈ ക്ലാസ്സിലെ വചനമൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിനൊരു മനോഹരമായ വാച്ചുണ്ടായിരുന്നു, സ്വർണ്ണ നിറമുള്ള വാച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ വാച്ച് ഒഴിവാക്കണമെന്ന് ഭയങ്കര നിർബന്ധം. ഇപ്പോൾ ആളുകൾ എങ്ങനെയാണ് സ്വർണത്തിൻ്റെ പിന്നാലെ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ ഈ കാലത്തൊക്കെ തന്നെ ഇതൊക്കെ ലളിതമായിട്ട് ഉൾക്കൊണ്ട് ഇതൊക്കെ സന്തോഷത്തോടെ വേണ്ടെന്നൊക്കെ വെച്ച് ജീവിക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട്.
അതുകൊണ്ട് എനിക്ക് ആ ചിന്ത ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാച്ച് ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സാറിന് ഈ വാച്ച് എടുക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങനെ എടുക്കുക, എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലല്ലോ. സ്നേഹപൂർവ്വം നിരസിക്കുവാനിടയായിട്ട് തോന്നും. അപ്പോൾ അവർക്ക് അവരുടെ വാഹനം ഒരു ചങ്ങാടത്തിൽ കടന്ന് വേണം അക്കരെ പോകാനായിട്ട്. ഇവരുടെ ഈ സംഭാഷണം അതിൻ്റെ മധ്യയാണ് നടന്നത്. ഇത് മുഖതാവിൽ കേട്ടതാണ് കേട്ടോ. ഈ സഹോദരൻ ഒന്നും ആലോചിച്ചില്ല. ഈ വാച്ച വെള്ളത്തിലേക്ക് എറിഞ്ഞ് സന്തോഷമായിട്ട് താൻ സഹോദരനെ കൊണ്ടുപോയിട്ട് പോരാനിടയായിട്ട് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വചനത്തിനൊരു ബോധ്യം കൊടുത്തു. ആ ബോധ്യം ഏത് വില കൊടുത്തും അനുസരിക്കാനുള്ള, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങൾ കാണുമായിരിക്കാം, പക്ഷേ അഭിപ്രായങ്ങളൊന്നും കേൾക്കാൻ അദ്ദേഹം വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ ആ വിഷയം പരിഹരിക്കുവാനിടയായിട്ട് തീർന്നു. ഞാനിവിടെ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ പാപം വന്നാലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ അതിന് പ്രതിശാന്തി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ മേഖലയിലുള്ള പാപം ഗൗരവമാണെങ്കിലും അതിൻ്റെ ഒരു അനുകൂല വശമാണത്. കാരണം അതിന് പ്രതിശാന്തി ചെയ്ത് പകരം നമുക്ക് ചെയ്യാനുള്ളതായ സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്ത ആളുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുത്തു. വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര മടങ്ങ് മടക്കി കൊടുത്തു? 4 മടങ്ങ് മടക്കി കൊടുത്ത് ആ കാര്യം പരിഹരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ വളരെ ഭയത്തോടെ ഒരു താരതമ്യം പറയട്ടെ. സാമ്പത്തിക പാപങ്ങൾ അങ്ങനെ പരിഹരിക്കാം, അതിന് പ്രതിശാന്തി ചെയ്യാം. പക്ഷെ ദാവീദ് വീണതുപോലൊരു ധാർമ്മിക പാപത്തിൽ ഒരാൾ വീണാൽ അതിന് പ്രതിശാന്തിയില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൊയ്തു തീർക്കാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പാപം കനം കുറഞ്ഞ പാപമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ സാമ്പത്തികമായ കാര്യം ഞാൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് ഇതുവരെ ചെയ്ത കാര്യം ശരിയല്ല എന്ന് മനസ്സിലായാൽ നമുക്ക് ശരി എന്താണെന്ന് മനസ്സിലാക്കി തെറ്റുകളെ തിരുത്തി നന്നായി പോകാനുള്ളതായ അവസരമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ സംഭവം നമ്മൾ വിലയിരുത്തുമ്പോഴും ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ക്രമപ്പെടാനായിട്ട് ആവശ്യമുണ്ട് എന്ന് വരികിൽ അതിൽ ക്രമപ്പെട്ട് വരുന്ന ആളുകളിൽ ജീവിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ അദ്ദേഹത്തിന് ഒടുവിലത്തെ വാക്യോടെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് കരുതുകയാണ്. 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കണമെന്നൊരു നിർബന്ധം എനിക്ക്. 5-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇവിടെ കൊണ്ടൊന്നും കാര്യം അവസാനിച്ചില്ല. പിന്നെയോ അശുദ്ധമായ പണം ഗേഹസിയുടെ വീട്ടിൽ വരാനിടയായിട്ട് തീർന്നത് എന്തോ ഒരു വലിയ അനർത്ഥത്തിന് കാരണമായിട്ട് തീർന്നു. ഇന്നും ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ആ വാക്യം ഒരു ഭയമാണ്. ഗേഹസി ഒരുപക്ഷെ മക്കളോടുള്ള സ്നേഹം കൊണ്ടും അവർക്ക് 10 കാശ് നാളെ വേണമല്ലോ എന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കാം ഈ പണിക്ക് ഇറങ്ങുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷേ അവിടെ ഗേഹസി മക്കൾക്ക് വേണ്ടി ചരടിച്ചു വെച്ച് എന്തായിരുന്നുള്ളത് നമുക്കെല്ലാം അറിയാം. എങ്കിലും എഴുതപ്പെട്ട വചനമല്ലേ, നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു പോകാം. 27-ാമത്തെ വാക്യം. അപ്പോൾ എത്രയോ ശക്തമായിട്ടുള്ള സന്ദേശമാണ് നമ്മൾ അവിടെ വായിക്കാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയതായ കാര്യം താനും തൻ്റെ മക്കളും കുഷ്ഠരോഗികളായല്ലോ എന്നുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നെ ഭയപ്പെടുത്തിയത് അതിനേക്കാളൊരു വേറൊരു പ്രയോഗമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒടുവിൽ വായിക്കുന്നത്, അവനെ വിട്ട് പുറപ്പെട്ട് പോയി. ആരെ വിട്ട്? എലീശയെ വിട്ട് ഗേഹസി പുറപ്പെട്ട് പോയി എന്ന് പറഞ്ഞാൽ അതുവരെ താൻ കൂടെ നടന്ന് ഏലീശ കഴിഞ്ഞാൽ ശുശ്രൂഷ ഏറ്റെടുക്കാനുള്ള ആളായിരുന്നു ഗേഹസി എന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. എല്ലാം അവസാനിച്ചു. തൻ്റെ ഗുരുവിനെയും വിട്ട് പോകാനിടയായിട്ട് തീർന്നു. ശിഷ്യത്വത്തിൻ്റെ വിജയത്തിലൊരു മഹത്വമുണ്ട്.
ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവോട് ശുശ്രൂഷ ഏറ്റെടുത്ത ആളാണ്. പലവട്ടം ഏലിയ ഒടുവിൽ പറഞ്ഞു, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, നീ പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ എലീശ പറഞ്ഞു, ഞാൻ പോകില്ല. ഏലിയാവ് എവിടെ പോയോ കൂടെ എലീശയും പോയി. അതുകൊണ്ട് ഒരു വ്യവസ്ഥ പറഞ്ഞായിരുന്നു, ഞാൻ എടുക്കപ്പെടുന്നു നീ കാണുകയാണെങ്കിൽ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഇരട്ടി ശക്തി ലഭിക്കും. അപ്പോൾ ഗേഹസിക്ക് വന്ന നഷ്ടം താൻ രോഗിയായി എന്നുള്ളത് മാത്രമല്ല, തൻ്റെ മക്കൾക്ക് രോഗം സമ്പാദിച്ചു എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ എന്തോ ഒരു വലിയ നഷ്ടത്തിലേക്കാണ് ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഉൾക്കൊള്ളുന്നൊരു ചരിത്രമാണെങ്കിലും ഇന്ന് പകൽ വളരെ ഭയത്തോടു കൂടിയാണിത് വായിക്കുവാൻ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, സമ്പത്തിൽ നമ്മുടെ വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഓരോ ദിവസവും നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, അശുദ്ധമായ പണം എൻ്റെ കയ്യിൽ വരരുത് എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. മുഴുവൻ സൂക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. സൂക്ഷിക്കാവുന്നിടത്തോളം നാം അതിൽ സൂക്ഷ്മതയോടെ വർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ മനുഷ്യനും കുടുംബത്തിനും വന്ന പരാജയം, നഷ്ടം എത്രയോ വലുതായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് കൂടി വന്നൊരു കാര്യം ഒന്ന് ഓർപ്പിക്കുക. അവിടെയാണ് ഈ ചിന്ത തുടങ്ങിയത്. ഇന്ന് രാവിലെ ഞങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായമാണ് കുടുംബ പ്രാർത്ഥനയിൽ വായിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നിങ്ങളുമൊക്കെ പലവട്ടം അത് വായിച്ച് കാണുമായിരിക്കും എന്ന് കരുതുകയാണ്. അവിടുന്ന് ഒരു പ്രമാണം ഇന്ന് രാവിലെ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തട്ടുവാനും ഇടയായിട്ട് തീർന്നു. ഇതെല്ലാം നമുക്ക് വായിച്ച് പരിചയമുള്ളതായതുകൊണ്ട് വായിക്കാതെയും പറയാമല്ലോ. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ സത്യം സാമ്പത്തിക മേഖലയിൽ ഉണ്ട്. വായിച്ചിട്ട് പറയാം. 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ഞങ്ങൾ യോർദാനോട് ചെന്ന് പറയുന്ന ഓരോരുത്തരും ഓരോ മരക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതിന് സ്ഥലം ചോദിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ഈ ചരിത്രം എത്രയോ അധികം വായിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ആരാധനായോഗത്തിൽ പോലും ഈ മരം വെട്ടാൻ പോയ കാര്യവും ഒക്കെ സാധാരണ പറയാറുണ്ട്. അവിടെ ചില ചിന്തകളൊക്കെ ചേർത്ത് ഇച്ചിരി വളഞ്ഞൊക്കെ ആണെങ്കിലും പറയാനായിട്ട് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഈ ചരിത്രം സാധാരണ ഈ വചനം ചിന്തിക്കാറുണ്ട്. വേറെ പല കാര്യങ്ങളും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പക്ഷേ കുറച്ച് വർഷമായിട്ട് ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ വലിയ പ്രവാചകനായ എലീശ തൻ്റെ ജീവിത ശൈലി എത്രയോ ലളിതമായിട്ടാണ് സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതെന്നെ അനേക വർഷങ്ങളായിട്ട് അത്ഭുതപ്പെടുത്തുന്നതായൊരു കാര്യമാണ്. കാരണം അവർ താമസിക്കുന്ന ഇടം കുറവാണ്, അവിടെ ഞെരുക്കമുണ്ട്. അപ്പോൾ ആ ഞെരുക്കത്തിൽ തൻ്റെ ശിഷ്യന്മാർ വന്ന് ഒരാവശ്യം തന്നെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ സ്ഥലം വളരെ ഞെരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വയ്ക്കുന്ന ആവശ്യം നമുക്ക് ലളിതമായിട്ട് അറിയാം. ഞങ്ങൾ പോയി മരം മുറിച്ച് കൊണ്ടുവന്ന് ഇത്തിരി സൗകര്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ പോകുവിൻ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്ത എലീശ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ ദൈവദാസനും ശിഷ്യന്മാരും സൂക്ഷിച്ച ഏറെ ലളിതമായിട്ടുള്ളതായ ജീവിതശൈലിയുടെ മനോഹാരിത നമുക്ക് ഈ ചരിത്രത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അത് സാധാരണ അങ്ങനെ ഒത്തിരി പേര് ചിന്തിക്കാറില്ല. വേറെ പല കാര്യങ്ങളൊക്കെയാണ് ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട്, കോടാലി പോയതും അത് പൊങ്ങി വന്നതും അതൊക്കെയാണ് നമുക്ക് പലപ്പോഴും ചിന്തിക്കാനായിട്ട് ഇഷ്ടം തോന്നാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്
തിരുവഴുത്തിലെ സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ വചനം അതിൻ്റെ ഒറ്റ വായനയിൽ വെളിപ്പെടുത്തുന്ന ചില കാതലായ സാമ്പത്തിക പ്രമാണങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എന്തോ ഒരു ലളിതമായ ജീവിത ശൈലിയാണ് ഈ പ്രവാചകനും ശിഷ്യന്മാരും സൂക്ഷിച്ചിരുന്നത്. ഇനി നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നയമാൻ കൊണ്ടുവന്ന സമ്പത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ളതിന് ഞാനങ്ങ് പറഞ്ഞു പോകാം. 10 താലന്ത് വെള്ളി കൊണ്ടുവന്നു. 10 താലന്ത് എന്ന് പറഞ്ഞാൽ ഒരു താലന്ത് 43 കിലോ വരുമെന്നാണ് ഒരു കണക്ക്. എന്തുവാട്ടെ 40 കിലോ കണക്കാക്കിക്കോ. 10 താലന്ത് വെള്ളി എന്ന് പറയുന്നത് 400 കിലോഗ്രാം വെള്ളിയിൽ അധികമുള്ള വെള്ളിയുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഗേഹസി ഒന്ന് 1 താലന്ത് ചോദിച്ചോളൂ, 2 താലന്ത് കൊടുത്തു. ഒരു ബാല്യക്കാരനും ചോദിച്ചുകൊണ്ട് പോകാൻ പ്രയാസമായിരുന്നു. അപ്പം അതുകൊണ്ട് 2 ബാല്യക്കാരുടെ കയ്യിലാണ് അത് കൊടുത്തയച്ചതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത്. പിന്നെ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി, നമ്മളിപ്പോൾ വായിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാകുകയില്ല. പിന്നെ 6000 ശേക്കൽ പൊന്ന് കൊണ്ടുവന്നു. അതിൻ്റെ കണക്ക് എത്രയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഈ പൊന്നും വെള്ളിയായിട്ടുള്ള കണക്കുകൾ നമുക്ക് വളരെ കുറച്ചാണല്ലോ അറിയാവുള്ളൂ. അപ്പോൾ അവിടെ വലിയൊരു സമ്പത്തുമായിട്ടാണ് വന്നത്. 10 കൂട്ടം വസ്ത്രം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള വിശേഷപ്പെട്ട വസ്ത്രങ്ങൾക്കൊക്കെ വളരെ വിലയുള്ള കാലമാണത്. നമ്മുടെ ആഹാൻ്റെ ചരിത്രത്തിൽ കണ്ട ഒരു ബാബിലോണിൻ്റെ മേലങ്കിയാണല്ലോ ആഹാനെ മോഹിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനിന്ന് പകൽ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഈ ഇടുക്കത്തിലും ഒരു ചെറിയ താമസിക്കാനുള്ള ഞെരുക്കമുള്ളപ്പോഴും ഒരു എക്സ്റ്റൻഷൻ അത്യാവശ്യമായിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു കുന്ന് സമ്പത്ത്. ഓരോ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ ഓരോ മനോഹരമായ വീടുകൾ പണിതു കൊടുക്കാൻ സാധിക്കുന്ന അതിനു മാത്രം സമ്പത്താണ് തൻ്റെ മുമ്പിൽ നയമാൻ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയൊരു അത്യാവശ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ ചിന്തിക്കും, ദൈവം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനുമൊക്കെ അത്യന്തപരമായി ചെയ്യുന്നവനാണെന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങി അങ്ങനെയൊക്കെ ചെലവിട്ട് പോകാനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. പക്ഷേ ആ ഭക്തനെ അതൊട്ടുമേ ബാധിച്ചില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു പാഠമാണ്. എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു പാഠമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഈ മേഖലയിൽ ആയിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു കാര്യം ഈ ഭാഗത്ത് പറയാനായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഈ സീരീസിൽ തന്നെ വിശദീകരിച്ചാണെന്നുള്ളതുകൊണ്ട്, വിശദീകരണം ഒത്തിരി ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് അതുകൂടി സൂചിപ്പിച്ചത് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. 4-ാം അധ്യായം നമ്മൾ ഈ പഠനത്തിൽ നേരത്തെ ഓർത്തായിരുന്നു. ഭക്തനായൊരു പ്രവാചക ശിഷ്യൻ്റെ കുടുംബം വല്ലാത്ത കടക്കണിയിൽ അകപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അവിടെ ഞാൻ അന്ന് പറഞ്ഞതാണെങ്കിലും ഇവിടെ ഒന്നങ്ങ് ചേർത്ത് പറയട്ടെ. അങ്ങനെ ഒരു കടക്കണിയിൽ അകപ്പെട്ടാൽ വീട്ടാൻ മാനുഷികമായൊരു സാധ്യതയും കാണാതിരുന്നാൽ എന്തു ചെയ്യണമെന്നാണ് ദൈവഭക്തിയുടെ മാർഗം അവിടെ പറയുന്നത്. ആ വിധവയും മക്കളും പ്രവാചകൻ്റെ അടുക്കൽ പോയി ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. അങ്ങനെ അനുസരിച്ച് അവരുടെ ആ സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ കടക്കണി പരിഹരിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ദൈവത്തിന് എല്ലാ സാധ്യതകൾക്കപ്പുറവും നമ്മെ സഹായിക്കുവാനായിട്ട് സാധിക്കും. ഇഷ്ടംപോലെ എണ്ണ പാത്രം നിറഞ്ഞിരിക്കുമ്പോൾ അവൾക്ക്
പ്രവാചകൻ കൊടുത്ത നിർദ്ദേശം നമുക്കറിയാമല്ലോ. അവളോട് പറഞ്ഞു, നീ പോയി എണ്ണ വിറ്റ് ആദ്യം കടം തീർക്കണം, പിന്നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ശേഷമുള്ളത് കൊണ്ട് ഉപജീവിക്കണം. എന്തൊരു മനോഹരമായ സാമ്പത്തിക നയമാണ് അവിടെ ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ഈ പോർഷനിൽ തന്നെ ബൈബിൾ വെളിപ്പെടുത്തുന്ന അടിസ്ഥാനപരമായ സാമ്പത്തിക നയങ്ങളും പ്രമാണങ്ങളും എത്രയോ വ്യക്തമായിട്ടാണ് വിശദീകരിച്ച് നൽകുന്നത്. ഈ പോർഷൻ്റെ സമയത്ത് തന്നെ ഇവിടെ എത്തിയല്ലോ എന്നോർത്ത് ഞാനിന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഈ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്നതായ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്കത് പ്രായോഗികമാക്കി ഈ നാളുകളിൽ ജീവിക്കുവാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഈ പോർഷൻ ആയതുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തിന് പ്രസാദകരമായ സാമ്പത്തിക നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഈ ഉന്നതമായ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്തി വരുന്ന നാളുകളിൽ നമ്മുടെ ദൈവം പ്രസാദിക്കുന്ന സാമ്പത്തികമായ നയം സൂക്ഷിച്ച് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതിൽ നമ്മൾ ഇനി കർത്താവിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ചുരുക്കമായിട്ട് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം എന്ന് കരുതുന്നു. അനേകർ തെറ്റിപ്പോകുന്ന നിക്ഷേപത്തിൻ്റെ മേഖലയിലും നമ്മൾ തെറ്റിപ്പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തി നിക്ഷേപിക്കുന്ന സ്ഥലം തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ നാളുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ അടുത്ത ജില്ലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിക്ഷേപിച്ച സ്ഥലം തെറ്റിപ്പോയതുകൊണ്ട് കണ്ണീര് കുടിക്കുന്ന എന്തോരം ആളുകളെയാണ് നാം കാണുന്നത്. നമ്മുടെ അയൽവക്കത്തുമൊക്കെ കാണും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് വ്യാപകമായിട്ടുള്ളതായൊരു പ്രതിസന്ധിയാണ്. പിന്നീട് തിരിഞ്ഞ് നിന്ന് ദുഃഖിക്കുവാനിടയായിട്ട് തീരാതെ നമ്മുടെ പ്രാണപ്രിയം നൽകിയതായ പ്രബോധനം അതുപോലെ ഉൾക്കൊണ്ട് വരുന്ന നാളുകളിൽ സൂക്ഷ്മതയോടെ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുന്ന ബുദ്ധിമാന്മാരായിട്ട് ഈ തലമുറയിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.